സ്കോഡ വോക്സ്വാഗൺ വാഹനങ്ങളെ പറ്റി എല്ലാവർക്കുമുള്ള ഒരു പരാതിയാണ് അവരുടെ വാഹനങ്ങൾ കുറച്ച് കൂടുതൽ പ്രൈസിലാണ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോമൺ മാന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ സർവീസ് പാക്കേജും വാഹനത്തിൻ്റെ വിലയും വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു പരാതിയൊക്കെ നമ്മൾ ഇന്ന് പരിഹരിക്കാൻ പോവുകയാണ്. സ്കോഡ ഏറ്റവും പുതിയ ഒരു വാഹനത്തിന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. പുതിയതെന്ന് പറയാൻ പറ്റില്ല, കുഷാക്ക് എന്ന് പറയുന്ന മോഡലാണ്, മാർക്കറ്റിലുള്ള ഒരു വാഹനം കൂടിയാണ്. എന്നാൽ അതിൻ്റെ ഒരു 2026 ഫേസ് ലിഫ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്നാൽ ആ ഫേസ് ലിഫ്റ്റിലെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യം വളരെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്യുന്ന സ്കോഡ കുഷാക്കിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ക്ലാസിക് പ്ലസ് വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് കുറച്ചുകൂടി അഫോർഡബിളായി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ 11 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങളൊരു വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് ക്ലാസിക് എന്ന് പറയുന്നത്. 11 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യുടെ പ്രൈസിലേക്കും ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൻ്റെ എൻട്രി ലെവൽ ബേസ് വേരിയൻ്റെ പ്രൈസിലേക്കുമായിരിക്കും ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് ക്ലാസിക് പ്ലസിനെ സ്കോഡ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വില നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെയാണ്. ഇനി അടുത്ത ഒരു സംശയം, ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെ കിട്ടും, കോസ്റ്റ് കട്ടിംഗ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോസ്റ്റ് കട്ടിംഗ് ഉണ്ട്, പക്ഷേ എന്നാൽ കുറച്ച് കൂടുതൽ വാല്യൂ പ്രൊപ്പോസിഷൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓട്ടോ LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിംഗ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കുറച്ചുകൂടി വാല്യൂ പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോഡ വോക്സ്വാഗൺ ബ്രാൻഡിൽ നിന്നുള്ള വാഹനം സ്കോഡ കുഷാക്കിൻ്റെ ക്ലാസിക് പ്ലസ് വേരിയൻറ്റ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിംഗ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് രണ്ടെണ്ണിനെ കണക്ട് ചെയ്യുന്ന ഒരു DRL ആണ് ഈ ഒരു വാഹനത്തിൽ ഒരു കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അത് ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് പകരം ഒരു കമ്മിയായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ആൻഡ് ഇവിടെ നമുക്കൊരു എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആൻഡ് പാർക്കിംഗ് സെൻസേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കാര്യമായിട്ടുള്ള വലിയ കോസ്റ്റ് കട്ടിംഗ് ഒന്നും തന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സൈഡിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്, മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ആൻഡ് ഈ ഒരു ഡോർ ഹാൻഡിൽ ക്രോം പ്ലേറ്റഡ് മാത്രമാണ് നമുക്കൊരു കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയാനായിട്ടുള്ളത്. സൈഡ് ക്ലാഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിംഗ് ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ എക്സ്റ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഷാർക്ക് ഫിൻ ആൻറ്റിനയ്ക്ക് പകരം ട്രഡീഷണൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എഗെയിൻ നമുക്ക് ഈ ഒരു റിയർ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്, വൈപ്പറും വാഷറും നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലി എൻട്രി ലെവൽ ബേസ് വേരിയൻറ്റിൽ ഒന്നും തന്നെ മാനുഫാക്ചേഴ്സ് കൊടുക്കാത്ത ഒരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ക്ലാസിക് പ്ലസ് ബേസ് എൻട്രി ലെവൽ വാല്യൂ പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്യുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് കൂടാതെ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പും വരുന്നുണ്ട്, അതിൽ സ്കോഡയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ സ്ട്രിപ്പ് വരുമായിരുന്നു ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ, അത് ഈ ഒരു ക്ലാസിക് വേർഷനിൽ നമുക്ക് ലഭിക്കുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. ബൂട്ട് സ്പേസിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല, 491 ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലി ഈ ഒരു ബേസ് വേരിയൻറ്റിലൊക്കെ തന്നെ സ്പെയർ വീൽ മാക്സിമം ഒഴിവാക്കാറുണ്ട്, ബട്ട് നമുക്കിവിടെ ഒരു സ്പെയർ വീൽ ലഭിക്കുന്നുണ്ട്. സീറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്ലാറ്റായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആംറസ്റ്റ് വരുന്നില്ല, ബൈക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്, ചാർജിങ് പോർട്സും നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കൊടുത്തിട്ടുണ്ട്. മാനുവലിയാണ് ചെയ്യേണ്ടത്, എങ്കിൽ പോലും ഈ ഒരു വേരിയൻറ്റിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ആൻഡ് റിയൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ നമുക്ക് ഹൈറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓട്ടോ AC ക്ലൈമറ്റ് കൺട്രോൾസ് എല്ലാം തന്നെ ടച്ച് ബട്ടൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊരു ചെറിയ സൺ റൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്, ഓട്ടോ IR/VM നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമ്മൾ ബേസ് വേരിയൻറ്റിൽ കാണാൻ കഴിയാത്ത ഫീച്ചേഴ്സാണ്. ആൻഡ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നില്ല,
കീ ഇട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. സോ ഇതാണ് കീ വരുന്നത്. നമുക്ക് വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള റെസൊല്യൂഷൻ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അനലോഗ് ഡിജിറ്റൽ എന്നൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടും മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് എന്നിരുന്നാൽ പോലും സീറ്റുകൾ നല്ലൊരു സീറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വാല്യൂ പ്രിപ്പോസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് സ്കോഡ കുഷാക്ക് ക്ലാസിക് പ്ലസിലൂടെ സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഫൈനലി സ്കോഡ കുഷാക്കിൻ്റെ എല്ലാ വേരിയൻസും നമ്മൾ കണ്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. 1 ലിറ്റർ നമ്മൾ ഓടിച്ചു, 1.5 ലിറ്റർ TSA നമ്മൾ ഓടിച്ചു, വിത്ത് മോണ്ടെ കാർലോ എഡിഷൻ നമ്മൾ ഓടിച്ചു. ആൻഡ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ക്ലാസിക് പ്ലസ് വെർഷനും നമ്മൾ കണ്ടു. നോർമൽ ഒരു മാനുഫാക്ചേഴ്സും ചെയ്യാത്തൊരു കാര്യം വേണം. സ്കോഡയെ സംബന്ധിച്ചിടത്തോളം അവർ നോർമലി കഴിഞ്ഞ ലോഞ്ചസിലൊക്കെ നോക്കുകയാണെങ്കിൽ വാഹനം നോർമലി 1 ലിറ്ററും 1.5 ലിറ്ററും ലോഞ്ച് ചെയ്യും. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും മോണ്ടി കാർലോ എഡിഷൻ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഒരു ബേസ് വേരിയൻ്റ് അവർ ചൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യുന്നത്. നോർമലി എല്ലാ മാനുഫാക്ചേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്കോഡ കുഷാക്ക് 2026 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് മോണ്ടെ കാർലോ എഡിഷൻ തന്നെ ആ ഒരു ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് തരികയുണ്ടായി. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആഡ് ചെയ്തുകൊണ്ട് ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ലോഞ്ച് ചെയ്തു. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ കുറച്ചുകൂടി ഒരു കോമൺ മാന് അഫോർഡബിളായിട്ട് ഒരു സ്കോഡ വോക്സ്വാഗൻ ബ്രാൻഡിൽ നിന്നുള്ളൊരു വാഹനം നമുക്കിപ്പോൾ അവൈലബിൾ ആകാനായിട്ട് പോവുകയാണ്. ഈ ഒരു വാഹനം ഞാൻ ഗസ് ചെയ്യുന്നത് ഒരു 10 ലക്ഷം മുതൽ ഒരു 11 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ബ്രാക്കറ്റിൽ സ്കോഡ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വലിയ കോസ്റ്റ് കട്ടിങ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ സ്കോഡ കുഷാക്കിലേക്ക് പോകുമോ, അതോ എൻട്രി ലെവൽ വേരിയൻ്റ് ആയിട്ടുള്ള ക്ലാസിക് പ്ലസ് ചൂസ് ചെയ്യുമോ, അതോ 1.5 ലിറ്റർ മോണ്ടി കാർലോയിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ഓൺ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.